Okay. Next, we are looking into circle generating algorithms. ഒരു സർക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന 2 പോയിന്റ്സ്. ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന 2 വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ പൊസിഷൻ XC/YC, അതുപോലെ അതിൻ്റെ റേഡിയസിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്കൊരു സർക്കിള് XC/YC സെൻട്രൽ പോയിൻ്റ് ആയിട്ടുള്ള R റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിള് ഇതുപോലെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിന് കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് XC/YC എന്നുള്ള ഈ ഒരു സെൻട്രൽ പൊസിഷൻ നമ്മളുടെ 0 ഒറിജിൻ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഒരു സർക്കിള് വരച്ച് ആ സർക്കിളിൻ്റെ R റേഡിയസ് ആയിട്ടുള്ള ആ സർക്കിളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഡ്രോ ചെയ്ത് മീൻസ് അതിന് എല്ലാ പോയിൻറ്റ്സിനെയും നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പിന്നീട് നമുക്ക് ആ ഓരോ പോയിൻ്റ് പ്ലസ് XC/YC ചെയ്യുക. അതായത് എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ പ്ലസ് XC ചെയ്യുക, അതുപോലെ Y കോർഡിനേറ്റിൻ്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് YC ചെയ്യുക. ആ ഒരു രീതിയിൽ നമുക്ക് തിരിച്ച് ആ സർക്കിളിനെ ഈ ഒരു പൊസിഷനിൽ തന്നെ XC/YC പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അവിടെ നമുക്ക് അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ്സ് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഇതിലൊരു അഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിലൊരു അസംഷനാണ്. നമുക്ക് ഒരു സർക്കിളിന് ഇതുപോലെ 2 റേഡിയസ് കൊടുത്ത് ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഒരു ചെറിയ ലെങ്ത്തിലുള്ള ഒരു ആർക്ക് അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഒരു സ്മാൾ എമൗണ്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ XC/YC പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നമ്മളുടെ സർക്കിൾ വരെ ഒരു R റേഡിയസും അവിടെ നിന്ന് ഈ നെക്സ്റ്റ് റേഡിയസ് ലൈൻ നമ്മളിവിടെ വരച്ചിരിക്കുന്ന അവിടെ മുട്ടുന്നത് വരെ നമുക്കൊരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതൊരു പെർപെൻഡിക്കുലർ ലൈനായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആ ഒരു ലൈനിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇക്വേഷൻ നമ്മുടെ പൈതഗോറിയൻ തിയറം വെച്ചിട്ട് നമുക്ക് X-XC സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ X² + Y² = R² എന്നുള്ള രീതിയിൽ നമുക്ക് പൈതഗോറിയൻ തിയറം അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ഫോമാറ്റിൽ നമുക്ക് ഒരു സർക്കിളിൽ നീഡഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ഈ ഒരു രീതിയിൽ Y = YC ± √R² - XC - X² എന്നുള്ള രീതിയിൽ നമുക്കുള്ള സർക്കിളിൻ്റെ എല്ലാ ഓരോ X വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ നമുക്ക് ഈ ഒരു രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ഓരോ വാല്യൂസിനും ഓരോ കോർഡിനേറ്റ് പൊസിഷൻ ഓരോ X കോർഡിനേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y കോർഡിനേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അത്രയും ആവശ്യവുമില്ല, അത്രയും റിസോഴ്സസിൻ്റെയോ അതിൻ്റെ യൂട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു XC എന്നിട്ട് ഒരു X പോയിൻ്റ് X1 നെക്സ്റ്റ് ഒരു X2 എന്ന് പറയുന്ന വേറൊരു X കോർഡിനേറ്റ് വാല്യൂ, ഈ 2 പോയിൻറ്റും തമ്മിലുള്ള Y വാല്യൂസിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ, അതായത് ഒരു ΔY എന്ന് പറയുന്നത് യൂണിഫോം അല്ലാതെ നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടൊരു വാല്യൂ കിട്ടാണ്ട്, കണ്ടിന്യൂസ് മീൻസ് കമ്പ്യൂട്ടറിൽ നമ്മളെല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എന്നാൽ പോലും ഒരു 1 2 3 4 5 6 എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ളൊരു കണ്ടിന്യൂറ്റി പോലും ഒരു സെയിം ഡിഫറൻസ് ഇല്ലാതെ ലൈൻസിൻ്റെ നമ്മുടെ ആർക്കിലുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷനിൽ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് സർക്കിളിൻ്റെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് R എന്ന് പറയുന്നത് നമ്മളുടെ
റേഡിയസ് അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ആൻഡ് തീറ്റ, ആംഗിൾ തീറ്റ യൂസ് ചെയ്തിട്ട് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തീറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് യൂണിഫോം ആയിട്ടുള്ള പൊസിഷനിൽ വാല്യൂസിന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് സി പ്ലസ് ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു വൈ സി പ്ലസ് ആർ സൈൻ തീറ്റ. ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ഓരോ തീറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഓരോ ആംഗുലർ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസും നമുക്ക് എക്സിലും വൈയിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മളുടെ സർക്കിളിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കും. ഇനി ഒന്നും കൂടെ കമ്പ്യൂട്ടേഷൻസ് സിമ്പിളാക്കാൻ വേണ്ടി നമുക്ക് സർക്കിൾ സിമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ് സി വൈ സി പോയിന്റിൽ കിട്ടുന്നതിന് നമ്മൾ 0 പോയിന്റ് ഒറിജിൻ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സർക്കിൾ ഇവിടെ എല്ലാ പോയിന്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് നീഡഡ് ആയിട്ടുള്ള ഒരു തീറ്റ വെച്ചിട്ട് ആർ റേഡിയസിൽ വരുന്ന പോയിന്റ്സിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കോർഡിനേറ്റിലുള്ള പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ 3 കോർഡിനേറ്റിലേക്കും അതിൻ്റെ എക്സ് വൈ വാല്യൂസിനെ തന്നെ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സർക്കിൾ സിമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ബാക്കിയുള്ള പോയിൻറ്റ്സും നമുക്ക് ആ ഒരു കോർഡിനേറ്റ് പൊസിഷനിൽ നിന്ന് തന്നെ ഒരു കോർഡിനേറ്റിലുള്ള സർക്കിളിലുള്ള പോയിൻറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി പോയിൻറ്റ്സും കൂടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ വൈ എക്സ് മീൻസ് ഇവിടെ ഒരു എക്സ് വൈ പോയിൻ്റ് ഉണ്ട്. ഈ ഒരു എക്സ് വൈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഒരു പോയിൻ്റ് ആണെങ്കിൽ അതിനെ രണ്ടിനെയും ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയിൻ്റ് വൈ എക്സ് എന്ന് പറയുന്ന ഒരു കറക്റ്റ് പോയിൻ്റ് നമുക്ക് സർക്കിളിൻ്റെ ഈ ഒരു പോർഷനിലും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ഒരു ക്വാഡ്രൻറ്റിലെ മുഴുവൻ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഒക്റ്റൻറ്റിലുള്ള പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും വൈ ഈക്വൽ ടു 0 പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും എക്സ് ഈക്വൽ ടു ആർ വൈ ഈക്വൽ ടു 0 പോയിന്റിൽ നിന്നും ഇവിടെ നമ്മളുടെ സ്ലോപ്പ് ഓഫ് റേഡിയസ് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ആ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് 1 ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റ് വരെ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോയിന്റ്സ് യൂസ് ചെയ്ത് സർക്കിൾ സിമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ആർക്ക് ബാക്കിയുള്ള ഈ ഒരു ആർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ രീതിയിൽ ഈ ഒരു ക്വാഡ്രൻറ്റിലെ മൊത്തം പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെയുള്ള പോയിന്റ്സ് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂസ് മാത്രം മൈനസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള പോയിന്റ്സ് കിട്ടും. ഈ രീതിയിൽ നമുക്ക് സർക്കിൾ സിമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഈ ഒരു സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഓരോ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിനും നമ്മൾ ഈ ഒരു ഒക്റ്റൻറ്റിലുള്ള ഇത്രയും പോയിന്റ്സ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ് വൈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 8 ഒക്റ്റൻറ്റിലും നമുക്ക് 8 പോയിന്റ്സ് ഈ ഒരു ഒറ്റ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് വൈ ആണ്, നമുക്കിവിടെ വൈ എക്സ് കൊടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള വാല്യൂ കിട്ടും. ആ സെയിം മാർക്കിൻ്റെ ആ ഒരു പൊസിഷനിൽ വൈയും എക്സും ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വൈയും എക്സും ഈ എക്സ് വാല്യൂ മാത്രം മൈനസ് സിമ്പിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെയും എക്സ് വാല്യൂവിനെ മാത്രം മൈനസ് ചെയ്യുന്നതോടെ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈയും കൂടെ മൈനസ് ആക്കി കൊടുത്താൽ നമുക്ക് ഈ സെയിം വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മാറുമ്പോൾ എക്സ് വാല്യൂസ് പോസിറ്റീവ് ആവുന്നു എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ നമുക്കതിലിവിടെ ഫീൽ ചെയ്യുള്ളൂ. ഇനി നമ്മൾ നേരത്തെ കണ്ട ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം ഫോർ റാസ്റ്റർ ഡിസ്പ്ലേസ് അത് തന്നെയാണ്, അതിൻ്റെ സെയിം തിയറിയാണ് നമ്മളിവിടെ സർക്കിൾ ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്.
ഇവിടെ നമുക്ക് കറക്റ്റ് പിക്സൽ പൊസിഷൻ നമുക്ക് ഡ്രോ ചെയ്യേണ്ട കറക്റ്റ് പിക്സൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് കമ്പാരിസൺ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് 2 പിക്സൽ പൊസിഷൻസിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് 2 പിക്സൽ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ വൈ വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം വൈ വാല്യൂ ഇവിടെ നിന്നും ഡിക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. എക്സ് വാല്യൂ ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഇൻക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ആ എക്സ് ആക്സിസിൽ നമ്മൾ x+1 എന്നുള്ള രീതിയിലായിരിക്കും യൂണിറ്റ് ഇൻ്റർവെൽസ് ആയിട്ട് സെപ്പറേഷൻ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് ഡ്രോ ചെയ്യുന്ന സമയത്ത് വൈ വാല്യൂസ് ഡിക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒക്ടൻറ്റിൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് XY പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് x+1 y+1 പോയിന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന x+1 നമ്മൾ സാമ്പിൾ ചെയ്തിരിക്കുന്ന x+1 നമ്മൾ എടുക്കും. അതിൻ്റെ കൂടെ y എന്തായാലും മൈനസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് y-1 ആയിരിക്കും. യൂണിഫോം ആയിട്ട് സാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ y-½ ആ ഒരു ഹാഫ് വേ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഹാഫ് വേ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അത് സർക്കിൾ സർക്കംഫറൻസിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇൻസൈഡ് ആണെങ്കിൽ നമുക്കിനി പ്ലോട്ട് ചെയ്യാനുള്ളത് പോയിന്റ് എന്ന് പറയുന്നത് സെയിം നമ്മൾ നേരത്തെയുള്ള പോയിന്റ് y തന്നെയാണ്. y-1 എന്ന് പറയുന്ന പോയിന്റും y തന്നെയാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ളത്. ഇൻ കേസ് അത് ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ y-1 എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന മാക്സിമം എറർ എന്ന് പറയാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു പിക്സൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കളർ ചെയ്യുന്നതിലുള്ള ചെറിയ ഡീവിയേഷൻ, നമുക്ക് വേണ്ട വാല്യൂവിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മളുടെ പിക്സൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും മാക്സിമം എറർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു സർക്കിളിൻ്റെ 2 മെഷർമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. റേഡിയസ് ആറും അതുപോലെ ഒറിജിൻ XC YCയും സർക്കിളിൻ്റെ സെൻറ്റർ XC YCയും. അതിന് നമ്മൾ 0 0 എന്നുള്ളൊരു ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള എല്ലാ പോയിൻറ്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്ത് വീണ്ടും അതിനെ ഓരോ പോയിൻ്റ് +XC YC ചെയ്ത് കറസ്പോണ്ടിങ് കോർഡിനേറ്റിൽ ഇപ്പോൾ എക്സിൻ്റെ എല്ലാ വാല്യൂസിലും XCയും വൈൻ്റെ എല്ലാ വാല്യൂസിലും YCയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു XC YC പോയിന്റിൽ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കിട്ടും. ആ രീതിയിലാണ് നമ്മളിതിൻ്റെ അൽഗോരിതം ചെയ്യുന്നത്. ഇനി നമ്മളൊരു സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള വാല്യൂസ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 0 പോയിന്റിൽ ഒറിജിനാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മളുടെ 0 0 ഒറിജിൻ കാണിക്കുന്ന ഒരു ലൈനാണെന്ന് ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ x0 ആൻഡ് y=r എന്നുള്ള വാല്യൂസാണ് കിട്ടുന്നത്. എക്സ് കോർഡിനേറ്റ് നമുക്ക് 0 ആയിരിക്കും. അതുപോലെ y കോർഡിനേറ്റ് വാല്യൂ നമുക്ക് r എന്നായിരിക്കും കിട്ടുക, എന്ന് വെച്ചാൽ റേഡിയസ്. ഇവിടെ നിന്ന് നമ്മൾ ഓരോ പോയിന്റും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് 0 മുതൽ -1 വരെ ആൾട്ടർ ചെയ്യുന്നതായിട്ട് ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് 0 മുതൽ -1 വരെയാണ് നമുക്ക് ഇതിൽ മാക്സിമം അതിൻ്റെ സ്ലോപ്പിൻ്റെ ഒരു ഡീവിയേഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് <1 ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എക്സ് വാല്യൂസിനെയാണ് സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ എക്സ് യൂണിറ്റ് ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കിട്ടാനായിട്ട് +1 എന്നുള്ള രീതിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ ആ ഓരോ എക്സിൻ്റെ കോർഡിനേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ വേണോ, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയോ ആണ് വരയ്ക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഈ 2 പോയിന്റിൽ ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ കണ്ടതുപോലെ
ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ y ആയിരിക്കാം അല്ലെങ്കിൽ y-1 ആയിരിക്കാം. അപ്പോൾ ഇൻക്രിമെൻ്റ് ആണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഹാഫ് വേ പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് വെച്ച് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ സൈൻ നോക്കിയിട്ടാണ് നമ്മൾ ഏത് പോയിൻ്റാണ് y വേണോ അതോ y-1 വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പൈതഗോറിയൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ഫങ്ഷൻ എഫ് സർക്കിളിൻ്റെ ഫങ്ഷനാണ് എക്സ് വൈ എന്ന് പറയുന്നത്. x² + y² - r². നമുക്ക് ഈ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. എഫ് സർക്കിൾ ഈക്വൽ ടു 0 ഇഫ് xy ഈസ് ഓൺ ദ സർക്കിൾ ബൗണ്ടറി. കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ട പോയിന്റ് ആണ് എങ്കിൽ നമുക്ക് അത് 0 ആണ് കിട്ടേണ്ടത്. ഇൻ കേസ് അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇഫ് xy ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി. ലെസ് ദാൻ 0 വരുന്ന കേസാണെങ്കിൽ നമുക്ക് സർക്കിളിൻ്റെ ഈ സർക്കിൾ വാല്യൂ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കിൾ ബൗണ്ടറിയുടെ ഉള്ളിലാണ് നമ്മളുടെ y-½ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സർക്കിൾ ബൗണ്ടറിൻ്റെ ഉള്ളിലാണ്. ഇനി അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട് ഓഫ് ദ സർക്കിൾ ബൗണ്ടറി എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം xk yk എന്നുള്ളൊരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പോയിന്റ് xk + 1 yk ആണോ അതോ xk + 1 yk + 1 ആണോ ഡ്രോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള നമ്മളുടെ ഡിസിഷൻ പാരാമീറ്റർ pk ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പൈതഗോറിയൻ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ xk + 1 2 + yk - ½ അപ്പോൾ ആ ഒരു ഹാഫ് വേയിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് pk ഈസ് ലെസ് ദാൻ 0 ദിസ് മിഡ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ദ പിക്സൽ ഓൺ സ്കാൻ ലൈൻ yk ഈസ് ക്ലോസർ ടു ദ സർക്കിൾ ബൗണ്ടറി. അതർവൈസ് ദ മിഡ് പോയിന്റ് ഈസ് ഔട്ട്സൈഡ് on the boundary and selecting the pixel on scan line yk-1. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് കറസ്പോണ്ടിങ് y കോർഡിനേറ്റിലാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു pk ആണ് നമ്മുടെ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ. ഇനി നെക്സ്റ്റ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർ ദ നെക്സ്റ്റ് സാമ്പിളിംഗ് പൊസിഷൻ xk + 1 + 1 = xk + 2 pk + 1 കാണാനായി നമ്മൾ ആ ഒരു വാല്യൂ നമുക്ക് നമ്മളുടെ സർക്കിൾ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബ്രസൻഹാംസിൻ്റെ അൽഗോരിതത്തിൽ കണ്ടതുപോലെ തന്നെ pk + 1 നിന്ന് നമ്മൾ pk മൈനസ് ചെയ്യുന്നു. ആ ഒരു ഇക്വേഷനിൽ ഒരുപാട് വാല്യൂസ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി അവസാനം നമുക്ക് pk + 1 എന്ന് പറയുന്നത് pk + 2 xk + 1 + y²k + 1 - yk² yk + 1 - yk + 1 എന്നൊരു ഇക്വേഷൻ കിട്ടുന്നു. ഇതിൽ നമുക്കറിയാം yk + 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ടു ബി പ്ലോട്ടഡ് ആണ്. നമ്മളുടെ y ആക്സിസിൽ നമുക്ക് നെക്സ്റ്റ് കോർഡിനേറ്റ് വാല്യൂ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ yk + 1 എന്ന് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി അത് ഒന്നുകിൽ yk തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അത് yk-1 ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ സൈൻ ഓഫ് pk. ഇനി നമുക്ക് ഇഫ് pk ഈസ് ലെസ് ദാൻ 0 നമ്മളിങ്ങനെ ഡിസിഷൻ പാരാമീറ്റർ ചെക്ക് ചെയ്ത് അതിൽ നിന്ന് pk എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ലെസ് ദാൻ 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് pk ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ykയും yk + 1 എന്ന് പറയുന്ന നെക്സ്റ്റ് പ്ലോട്ടിംഗ് ലൈനും ykയിൽ തന്നെയാണ് നമ്മൾ പ്ലോട്ടിംഗ് പോയിന്റും ykയിൽ തന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇത്രയും വാല്യൂസ് pk + 1ൻ്റെ ഇക്വേഷനിൽ ഈ രണ്ട് വാല്യൂസും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഈ രണ്ട് വാല്യൂസും ക്യാൻസൽ ചെയ്ത് നമ്മളുടെ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് pk + 1 എന്ന് പറയുന്നത് 2xk + 1 + 1 എന്നായിരിക്കും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇഫ് pk ഈസ് ഗ്രേറ്റർ ദാൻ 0 ദെൻ നമുക്ക് yk ആയിരുന്നു നമ്മുടെ പോയിൻ്റെങ്കിൽ പിന്നെ yk + 1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് yk-1 ആണ് കിട്ടുക. ആ സമയത്ത് നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് pk + 1 = 2xk + 1 + 1 - 2yk + 1 എന്ന് കിട്ടും.
അത് നമുക്ക് ഒരുപാട് സിംപ്ലിഫിക്കേഷൻ വഴിയാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കുറേ സ്ക്വയേഴ്സ് ഒക്കെ കാണാനുണ്ട്. ഈ ഒരു വാല്യൂവിൽ y²k+1 മൈനസ് yk², ഇതിന് നമുക്ക് a² - b² എന്നുള്ള രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്ത് ഇവിടെ കുറേ ക്യാൻസൽ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുക. ഇനി അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ വാല്യൂസ് 2xk+1 എന്ന് പറയുന്നത് 2xk+2 എന്ന് കിട്ടും. അത് നമുക്ക് തന്നെ അറിയാം, യൂണിറ്റ് ഇൻ്റർവെൽസിൽ സാമ്പിൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ xk+1 എന്ന് പറയുന്നത് +1 തന്നെയാണ്. xk+1 എന്ന് പറയുന്നത് അതിനോട് കൂടെ 1 ആഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2xk+2 എന്ന് കിട്ടും. അതുപോലെ തന്നെ 2yk+1 എന്ന് പറയുന്നത് നമുക്ക് yk+1 എന്ന് പറയുന്നത് yk-1 ആണ്. ഇൻറ്റു 2yk-2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ വെച്ച് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എവിടെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഇനി നമ്മൾ ബ്രസെൽഹാംസിൻ്റെ അൽഗോരിതത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇനീഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 r ആയിരിക്കുമെന്ന് നമുക്കറിയാം. നമ്മളുടെ x0യും y സെയിം ടു റേഡിയസും ആവുന്ന ഒരു കേസാണ് നമുക്ക് ഇനീഷ്യൽ വാല്യൂ വരിക. ആ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡ്രോ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു വാല്യൂസ് നമ്മൾ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ ഇക്വേഷനിൽ സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ രീതിയിൽ 5/4 - r എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കേസിലാണെങ്കിലും അതിൻ്റെ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്ന P0 നമുക്ക് സർക്കിൾ ഡ്രോയിങ്ങിൻ്റെ കേസിൽ ഇത്രയും സിമ്പിൾ കാൽക്കുലേഷൻ വഴി ചെയ്യാവുന്നതാണ്. 5/4 - r. ഇനി സിമ്പിളായിട്ട് അതിൻ്റെ അൽഗോരിതം നോക്കുക. അപ്പോൾ ഇൻപുട്ട് r ആൻഡ് xc yc ആൻഡ് ഒബ്റ്റെയിൻ ദ സർക്കിൾ സെൻറ്റേർഡ് ഓൺ ഒറിജിൻ x0 y0 = 0 r. നമ്മളുടെ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ് കാണിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ ഡിസിഷൻ പാരാമീറ്റർ ആസ് P0 = 5/4 - r. നമുക്കറിയാം 0 ആൻഡ് r ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്നറിയാം. ആ ഒരു പോയിന്റ് സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അറ്റ് ഈച്ച് xk പൊസിഷൻ പെർഫോം ദ ടെസ്റ്റ്. ഇഫ് pk <0, the next point is xk+1 yk and pk+1 = pk plus 2xk+1 + 1. Otherwise the next point is xk+1 yk-1 and pk+1 = pk plus 2xk+1 plus 1 minus 2yk+1, where 2xk+1 = 2xk+2 and 2yk+1 = 2yk-2. Then fourth step, determine symmetry points on other 7 octants. Move each xy to circular path centered on xc yc, that is xc = x plus xc, yc = y plus yc. Repeat step 3 through 5 until x greater than or equal to y. ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഫസ്റ്റ് ഒക്ടൻറ്റിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ x = 0 ആൻഡ് y = r എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വരും. ഇനി നമ്മൾ എവിടെ വരെയാണ് ഈ ഒരു ഒക്ടൻറ്റിലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റിൻ്റെ ലാസ്റ്റ് എന്ന് നോക്കുന്നത് ഇവിടെ എക്സും വൈയും സെയിം വാല്യൂസ് ആയിട്ട് വരുന്ന, അതാണ് നമ്മളുടെ 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന ആ ഒരു റേഡിയസ് ലൈനിന് ടച്ച് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് x = y എന്നൊരു പോയിന്റ് നമുക്കിവിടെ കിട്ടും. അതാണ് നമ്മുടെ ഈ ഒരു ഒക്ടൻറ്റിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈൻസ് ആൾട്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ ആൾട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കോർഡിനേറ്റ് വാല്യൂസും ഇത്രയും വാല്യൂസ് വെച്ചിട്ട് തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് അത്രയും പോയിന്റ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മിഡ് പോയിന്റ് സർക്കിൾ ജനറേറ്റിംഗ് അൽഗോരിതം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനുള്ളത്. ഇനി നമുക്ക് എലിപ്സ് ഡ്രോയിങ് അൽഗോരിതമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.